മനുഷ്യന്മാരിൽ പണ്ട് മുതലേ ഇപ്പോൾ വരെയും കണ്ടുവരുന്ന ഒന്നാണ് ബോഡി ഷേമിങ്. മറ്റൊരാളെ കാണുമ്പോൾ കളിയാക്കിയില്ലെങ്കിൽ ഒരു മനസ്സുഖമുണ്ടാവത്തില്ല അല്ലേ? കറുത്തവരെ കാണുമ്പോൾ തുടങ്ങും, നീ എന്ത് കറുത്തിട്ടാ കാക്കക്കറുമ്പി, ഇരുട്ടത്തൊന്നും പോയി നിൽക്കല്ലേ, നീ നിൽക്കുന്ന പോലും കാണാൻ പറ്റില്ല, ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല, ഈ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചും കൂടി നീ ഡാർക്കായിട്ട് തോന്നുന്നു, ഇത് കുറച്ചും കൂടി കളറുള്ളവർക്കാണ് ചേരുന്നത്, എന്തെങ്കിലും ക്രീം മേടിച്ച് തേക്കാൻ മേലായിരുന്നോ, കുറച്ച് വെളുക്കത്തില്ലായിരുന്നോ? ഇങ്ങനെ ഓരോ കളിയാക്കലുകൾ അവരെ കാണുമ്പോൾ തുടങ്ങും. വെളുത്തവരെ കണ്ടാലോ വെള്ളപ്പാറ്റ, സായിപ്പ്, അങ്ങനെ ഓരോ കളിയാക്കലുകൾ അവർക്കും. ഒക്കെ ഉള്ളവരെ കണ്ടാലോ ജിറാഫ്, ഏണി, പത്തക്കോല്, തോട്ടി, ഇങ്ങനെ കുറേ പേര്. പൊക്കം കുറഞ്ഞവരെ കണ്ടാലോ ഉണ്ടപ്പക്രു, കുരുടൻ, അങ്ങനെ കുറേ പേര് അവർക്കും. അതുപോലെ തന്നെ വണ്ണമുള്ളവരെ കാണുമ്പോൾ എന്ത് തടിയാ നിനക്ക്, തടിച്ചി, തടിയൻ, വീട്ടിലുള്ള എല്ലാവരുടെയും ഫുഡ് നീ ഒറ്റയ്ക്കാണോ കഴിക്കുന്നത്, ഒരു വസ്ത്രം ഇട്ടാലോ നിനക്ക് ആ ഡ്രസ്സ് ഒട്ടും മാച്ചല്ല, വണ്ണം കുറഞ്ഞവർക്കാണ് ചേരുന്നത്, ഈ ഡ്രസ്സ് ഇടുമ്പോൾ നിനക്ക് കുറച്ചും കൂടി വണ്ണം തോന്നിക്കുന്നു, അങ്ങനെ കുറേ അപമാനങ്ങൾ അവർക്കും. അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞവരെ കണ്ടാലോ മെലിഞ്ഞത്, വീടിന് മുമ്പിൽ കോലമായിട്ട് നിർത്താൻ പറ്റിയ സാധനം, ഈർക്കിലി, ചൂല്, ഒരു കാറ്റ് വന്നാൽ ഇപ്പോൾ ഒടിഞ്ഞു വീഴുമല്ലോ, ഒരു കാറ്റ് വന്നാൽ ഇപ്പം നീ പറന്നു പോവുമല്ലോ, ഇങ്ങനെ കുറേ അപമാനങ്ങൾ അവർക്കും. തീർന്നില്ല, ഇനിയും ഉണ്ട്. വർത്താനം പറയുന്നവരെ കണ്ടാലോ വായാടി, എന്തൊരു നാക്കാ നിനക്ക്, കുറച്ചു നേരം വാ അടച്ചു വെക്കാവോ, ചീവീട്, എന്തൊരു സൗണ്ടാ നിനക്ക്, ഇങ്ങനെ അവരെ. ഇതേ കാര്യം തിരിച്ച് സംസാരിക്കാത്ത ആളോടാണെങ്കിലോ മിണ്ടാപ്രാണി, ജാട, മിണ്ടാപ്പൂച്ച, അങ്ങനെ കുറേ പേര് അവർക്കും. എന്താല്ലേ, ആർക്കും ഓരോരോ പേരുകളില്ലാത്തതില്ല, ഓരോരോ പേരുകൾ അവർക്ക് വെച്ചു കൊടുക്കുക. ഇതൊക്കെ വിളിക്കുന്നവർക്ക് എന്ത് സുഖമല്ലേ, പക്ഷെ കേൾക്കുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇനിയെങ്ങാനും ബോഡി ഷേമിങ് സ്റ്റോപ്പ് ചെയ്യൂ. മറ്റൊരാളുടെ മനസ്സ് വേദനിച്ച് കിട്ടുന്ന ഒരു സുഖവും നല്ലതിനല്ല. ഇതേ കാര്യം നിങ്ങളെ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമോ അതായിരിക്കും അവർക്ക് കിട്ടുക. ഇന്ന് നിങ്ങളവരെ വേദനിപ്പിച്ചാൽ നാളെ ഉറപ്പായും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് വേദനയായേക്കാം. ബോഡി ഷേമിങ് അത് ആർക്കും നല്ലതിനല്ല, ആരും ആഗ്രഹിച്ച് നേടുന്ന ഒന്നല്ല ബോഡി ഷേമിങ്. ഇനി വരുന്ന തലമുറയെങ്കിലും ബോഡി ഷേമിങ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവട്ടെ.